ധർമ്മത്തിനെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിച്ചുകൊള്ളും എന്നാണ് പറയണത്. ഒരു വസ്തുവിനെ അതാക്കി നിർത്തുന്ന ഘടകം എന്തോ അതാണ് ധർമ്മം. ഹിംസിക്കാൻ അറിയാതെ ഹിംസയിൽ നിന്നും ദൂരെ നിൽക്കുന്നവനാണ് ഹിന്ദു. ഹിന്ദു എന്നത് മതമല്ല. ഹിന്ദു മതം എന്ന് വിചാരിക്കുന്നത് നമ്മൾ പൊട്ടു തൊടുന്ന നമ്മൾ ആ ഒരു ഹിന്ദു മത ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുമത വിശ്വാസികൾ എന്നുള്ളതാണ്. ഹിന്ദുവിന് ദുഷ്ടനാവാൻ പറ്റില്ല. നമസ്കാരം മാതാജി. മാതാജി, ആരാണ് ഹിന്ദു? എന്താണ് ധർമ്മം? ഇതിനെക്കുറിച്ച് മാതാജിയുടെ അഭിപ്രായം എന്താണ്? ഹിന്ദു എന്ന പദം വൃദ്ധസ്മൃതി അനുസരിച്ച് ഹിംസയാ ദൂയതേയാശ്ച സദാചാരേഷു തത്പര വേദ ഗോ പ്രതിമാസേവി സ ഹിന്ദുമുഖ ശബ്ദഭാഗ് എന്ന് വൃദ്ധസ്മൃതി പറയുന്നു. അതുപോലെ തന്നെ ഹേമന്ത കവി രാമകോശം പറയുന്നു, ഹിന്ദു ദുഷ്ടോ ന ഭവതി, ഹിന്ദുവിന് ദുഷ്ടനാവാൻ പറ്റില്ല. അപ്പോൾ ഹിംസയാ ദൂയതേ ആശ്ച, അങ്ങനെ ഒരുപാട് ഇതിൽ ഹേമന്ത കവികോശം, രാമകോശം, ഭവിഷ്യപുരാണം, അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഹിന്ദു എന്ന പദത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ വൃദ്ധസ്മൃതി അനുസരിച്ച് പറയുന്നതാണ് ഹിംസയാ ദൂയതേ, ഹിംസിക്കാൻ അറിയാതെ ഹിംസയിൽ നിന്നും ദൂരെ നിൽക്കുന്നവനാണ് ഹിന്ദു. പിന്നെയോ സദാചാരേഷു തത്പര, സദാചാരത്തിൽ തത്പരനാണ്. ഇപ്പം എന്താണ് സദാചാരം? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം വരെ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും അന്യനെ മാനസികമായോ ശാരീരികമായോ വാചികമായോ ബുദ്ധിമുട്ടിക്കുന്നതിനെ ഹിംസ എന്ന് പറയും. അങ്ങനെ മാനസിക ശാരീരിക വാചികമായിട്ട് ഒരു മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ഹിംസിക്കാതെ വിഷമിപ്പിക്കാതെ ഇരിക്കുന്നവനാണ് ഹിന്ദു. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആള് എന്ന് പറഞ്ഞാൽ സദാചാരേഷു തത്പര, സദാചാരത്തിൽ തത്പരനായിരിക്കുകയും ചെയ്യും. അവനവൻ്റെ ജീവിതത്തിനെ കൃത്യമായിക്കൊണ്ട് യാതൊരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ സദാചാര വാക്കിൽ പോലും ശുദ്ധത പാലിച്ചുകൊണ്ട് സദാചാരനിഷ്ഠയായി പോകുന്നവനാണ് ഹിന്ദു. പിന്നെ വേദ ഗോ പ്രതിമാസേവി, വേദത്തിനെ, അതായത് നമ്മുടെ ശ്രുതികളെ, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ ശ്രുതികളെ, പിന്നെ ഗോ, അതായത് ഗോ എന്ന് വെച്ചാൽ ഭൂമി എന്നും പശു എന്നും അർത്ഥമുണ്ട്, വേദമെന്നും അർത്ഥമുണ്ട്. ഇതിനെയും പിന്നെ പ്രതിമ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, നമ്മളൊരു പ്രതിമ എന്നുള്ളതിനേക്കാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ബിംബത്തെ, അതിനെ സേവിക്കുവാനായിട്ട് തൽപരൻ ആയിട്ടുള്ളവർ. അപ്പോൾ വേദം എന്ന നമ്മുടെ ശ്രുതികളെ അംഗീകരിച്ചുകൊണ്ട്, പിന്നെ പശുവിനെയും ഭൂമിയെയും സംരക്ഷിച്ചുകൊണ്ട്, അതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരാൾക്ക് എനിക്ക് സുഖത്തിനായി അനുഷ്ഠിക്കുന്നതൊന്നും തന്നെ അപരന് ദുഃഖത്തിനായി വരരുത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് ശരിയായ ഹിന്ദു എന്ന ശബ്ദത്തിന് അർഹനായിട്ടുള്ളത്. അപ്പൊ ഹിന്ദു ദുഷ്ടോന ഭവതി എന്ന് രാമകോശത്തിലും പറയുന്നു. ഹിന്ദുവിന് ഒരിക്കലും ഒരു ദുഷ്ടനാവാനായിട്ട് സാധിക്കില്ല. അതാണ് ഹിന്ദു എന്ന പദത്തിന്റെ പ്രധാനമായിട്ടുള്ളൊരു അർത്ഥം നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുന്നത്. പക്ഷെ പലരും ഇതിൽ തെറ്റിദ്ധരിക്കുന്നു. കാരണം ഭാരതീയർ എന്ന് പറയുന്ന ഹിന്ദു മതവിശ്വാസികളാണ്, ഹിന്ദു ആചാരങ്ങളിൽ അത് പറയുന്നുണ്ട്. പക്ഷെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഭാരതം എന്നുള്ളത് പല മതങ്ങളാൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പൊ അതില് ഹിന്ദു മതം എന്ന് വിചാരിക്കുന്നത് നമ്മൾ പൊട്ടു തൊടുന്ന നമ്മൾ ആ ഒരു ഹിന്ദു മത ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുമത വിശ്വാസികൾ എന്നുള്ളതാണ്. സത്യത്തിൽ ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ജാതിയിലുള്ളവരാണെങ്കിലും പല നിഷ്ഠകളിലും പല ആചാരങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിലും അവരുടെ ധർമ്മത്തില് അവരുടെ കാഴ്ചപ്പാടുകളില് ഇതേപോലെ ആരെയും ഉപദ്രവിക്കാതെയും സ്വന്തം എന്താ പറയാ മനസ്സുകൊണ്ടിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാണ്ട് മറ്റുള്ളവർക്ക് സഹായകരമായിട്ടുള്ള ജീവിത രീതി, ആ ഒരു ജീവിത അനുഷ്ഠാനമാണ് ഹിന്ദു എന്നുള്ളതാണ്. ഹിന്ദു എന്നത് മതമല്ല. അതെ, ഹിന്ദു എന്നത് മതമല്ല. സനാതനധർമ്മത്തിൽ ജനിച്ച് വീഴുന്ന കുട്ടികളെ മറ്റ് മതത്തിലേക്ക് മാറ്റുന്നു. പക്ഷെ ഹിന്ദു അപ്പോഴും ആ ഒരു ധർമ്മ
ധർമ്മത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പം നമുക്ക് ഹിന്ദു എന്നത് നമ്മൾ പൊട്ടു തൊടുന്നു, അത് ഹിന്ദുക്കൾ ചെയ്യുന്ന ഓരോ ആചാര അനുഷ്ഠാനങ്ങളിലും എന്തുകൊണ്ട് പൊട്ടു തൊടുന്നു, എന്തിനു പൊട്ടു തൊടുന്നു, എന്തിനു പൂണൂല് ധരിക്കുന്നു, ഇതിനെല്ലാത്തിനും ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പിന്നെ അഹിംസ പരമോധർമ്മ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു അനുബന്ധം കൂടിയുണ്ട്. അഹിംസ പരമോധർമ്മ ധർമ്മഹിംസ തഥേവച. നമ്മുടെ ധർമ്മത്തെ ഹിംസിക്കുന്നത് നോക്കി നിൽക്കുന്നതും ഹിംസയാണ്. നമ്മുടെ ധർമ്മത്തെ ഹിംസിക്കുന്നത് നമ്മൾ വെറുതെ കണ്ടുകൊണ്ട് നമ്മളെ ധർമ്മത്തെ ഹിംസിച്ച് ഒപ്പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാനായിട്ട് പാടില്ല. അതാണ് നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടത്, എന്താണ് ധർമ്മം എന്നുള്ളത്. ഇപ്പം പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അതൊരു അവയർനെസിന്റെ കൂടി ഒരു പ്രശ്നമാണ്. ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒതുങ്ങി ജീവിക്കുന്നത്, നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നതിനെയാണ് ധർമ്മം എന്നുള്ളതാണ് പലരുടെയും കാഴ്ചപ്പാട്. പക്ഷെ ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു യുദ്ധം പോലും ധർമ്മത്തിന് വേണ്ടിയിട്ട് വന്നു എന്നുള്ളതും, സ്വന്തം രക്തത്തെ പോലും ധർമ്മത്തിന് വേണ്ടിയിട്ട് കൊല്ലുന്നതും അത് ധർമ്മമാണ് അർജുന എന്ന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിക്കറിഞ്ഞ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ശരിയായിട്ടുള്ള രീതിയിൽ എന്താണ് ധർമ്മം എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുന്നത്. ഒരു ജീവനെ ഹിംസിക്കുന്നത് അധർമ്മമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല ദൈവീ ശക്തികളും വധം തന്നെ നടത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധമാണെങ്കിലും മഹാഭാരതം, ആ ഒരു ഫുൾ മഹാഭാരതം എടുക്കുകയാണെങ്കിൽ അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മത്തെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ സ്വാമിജിയുടെ ഒരു അഭിപ്രായത്തിൽ ഈ ധർമ്മത്തിനെ കുറിച്ചുള്ള ഒരു വിശകലനം കൂടി തരും. ധർമ്മോ രക്ഷതി രക്ഷിതവാൻ. ധർമ്മത്തിനെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിച്ചുകൊള്ളുന്ന പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ ധർമ്മത്തിനും അവിടെ ഒരു രക്ഷ ആവശ്യമുണ്ട് എന്നുള്ളൊരു ധ്വനിയും കൂടി നമുക്ക് അവിടെ വന്നു. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ദ്രനെ ഒക്കെ അസുരന്മാര് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സ്വർഗം തട്ടിയെടുത്തു. അപ്പൊ അപ്പൊ ഇന്ദ്രനും അങ്ങനെയുള്ള ഒരു ദേവ പദവി പോലും പ്രാരബ്ധത്തിൽ നിന്ന് മുക്തമല്ല. ഈ ദേവന്മാര് പോലും അവരവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോരുന്നത്. അപ്പൊ ആ സമയത്ത് അസുരന്മാരെ നിർമാർജനം ചെയ്യുന്നതിനായിട്ട് അവിടെ അവതാരങ്ങൾ പലതും ഉണ്ടായിട്ട് വരുന്നു. ദേവി ഭാവത്തിലുള്ള ദുർഗ, ചണ്ഡിക, അങ്ങനെയുള്ള സപ്തമാതൃക്കളുടെ അവതാരങ്ങളെ, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ 10 പ്രധാന അവതാരങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധർമ്മത്തെ രക്ഷിക്കുന്നതിനാണ്. അപ്പോൾ ധർമ്മവും അവിടെ വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ ആ വെല്ലുവിളി നേരിടുന്ന ധർമ്മത്തിനെ ഞങ്ങൾ അഹിംസ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ ആ ധർമ്മം രക്ഷിക്കപ്പെടുകയില്ല. ധർമ്മത്തിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തേ മതിയാകൂ, കർമ്മം ചെയ്തേ മതിയാകൂ. അപ്പം എന്താണ് ധർമ്മം എന്നാൽ ഒരു വസ്തുവിനെ അതാക്കി നിർത്തുന്ന ഘടകം എന്തോ അതാണ് ധർമ്മം. അപ്പം പഞ്ചസാരയുടെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മധുരമാണ് അതിൻ്റെ ധർമ്മം. മധുരമില്ലാത്ത പഞ്ചസാര നമ്മളെ സംബന്ധിച്ച് പഞ്ചസാരയല്ല. ചൂടും പ്രകാശവും ഇല്ലാത്ത സൂര്യനെ നമുക്കറിയില്ല, അതാണ് സൂര്യൻ്റെ ധർമ്മം. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ മനുഷ്യത്വമാണ്. ഈ മനുഷ്യത്വം ആണ് ഒരു അഹിംസാഭാവത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമ്മൾ ഒരിക്കലും തന്നെ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാം എന്നുള്ള ഭാവന നമ്മുടെ ഉള്ളിലുണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ് ഈ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ധർമാനുഷ്ഠാനത്തിലൂടെ ജീവിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ധർമ്മം കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും നമ്മൾ ആ ധർമ്മത്തെ സംരക്ഷിക്കുമ്പോൾ ആ ധർമ്മം നിശ്ചയമായിട്ടും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മഹാഭാരതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമസ്തേ.